എല്ലാ കൂട്ടുകാരെ ഈശോയുടെ മക്കൾക്ക് സുഖാണ്. ഡൈനോസർ കൂട്ടുകാരനെ കണ്ടു. ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഇത് ഈശോയുടെ വചനം നമ്മളോട് സംസാരിക്കുന്നത് യെശയ്യാവ് 43 അധ്യായം അതിന്റെ 19 വാക്യത്തിലൂടെയാണ്. ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. അപ്പം മരുഭൂമിയിൽ ഒരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലുണ്ട് അനേകം മരുഭൂമി, നിർജ്ജനമായ പ്രദേശങ്ങള്. കാരണം മരുഭൂമി എന്ന് പറഞ്ഞാൽ എന്താ? വരൾച്ചയുടെ അവസ്ഥ. അപ്പം നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ട്? വരൾച്ചയുടെ അവസ്ഥ. ആരും നമ്മളെല്ലാം ഉണ്ടായിരുന്നപ്പോൾ എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ എന്തായി? നമുക്ക് മരുഭൂമിയുടെ അവസ്ഥ വന്നപ്പം എല്ലാവരും നമ്മളെ വിട്ടുപോയി. കൂട്ടുകാരില്ല, ഒറ്റപ്പെടലിന്റെ അവസ്ഥ, കടങ്ങള്, ബാധ്യതകള്. അപ്പൊ എന്തായി? നമ്മുടെ ജീവിതം ഒരു മരുഭൂമിക്ക് തുല്യമായി. നിർജ്ജന പ്രദേശം, ആരും അങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ പോലും ശൂന്യതയുടെ അവസ്ഥ, തോറ്റുപോയ അവസ്ഥ, ഒറ്റപ്പെട്ട അവസ്ഥ. ആ ഒരു ഒറ്റപ്പെട്ട അവസ്ഥയിൽ നിൽക്കുന്ന അനേകം പേരുണ്ട്. ചിലപ്പോൾ അതൊരു കുടുംബ ജീവിതത്തിലായിരിക്കും, ചിലപ്പോൾ അതൊരു പഠിച്ചിട്ട് ആ ഒരു പഠിച്ച മേഖലയിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല. പുറത്തൊക്കെ പോയി, പക്ഷെ നമ്മൾ പഠിച്ച ഒരു ഫീൽഡിലേക്കൊക്കെ എത്തിപ്പെടണമെങ്കിൽ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. അതിനു വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ട്, ഒറ്റപ്പെട്ട്, ഫാമിലിയോട് പറയാൻ പറ്റുന്നില്ല, പ്രാരാബ്ദങ്ങൾ, ബുദ്ധിമുട്ടുകളായിട്ടൊക്കെ മാറുന്ന ഒത്തിരി കുഞ്ഞുങ്ങളുണ്ട്. അപ്പം എല്ലാവർക്കും വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? പ്രത്യേകം പ്രാർത്ഥിക്കാം. ആശുപത്രി കിടപ്പായി കിടക്കുന്ന ബെഡിലായിട്ട് ഒറ്റപ്പെട്ടു പോയവര്, ലൈഫ് എങ്ങോട്ട് ഇനി എന്ത് ചെയ്യും, അങ്ങനെ ഒരവസ്ഥ, മരുഭൂമിയുടെ നിർജ്ജന പ്രദേശത്തെ അവസ്ഥയിൽ ഇന്ന് ഈശോ എന്ത് ചെയ്യാൻ പോകുന്നു? ആ അവസ്ഥയ്ക്ക് ഒരു മാറ്റം തരാൻ പോകുന്നു. എല്ലാവരും ഈ വചനത്തിലൂടെ ഈശോ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ കൂട്ടുകാരെ, ഇപ്പോൾ പോകുന്നു. പിന്നെ കാണാം. ബൈ.